ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ കൊതുക് ശല്യം പലയിടങ്ങളിലും രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ സന്ധ്യാസമയം ഇങ്ങോട്ട് ആവേണ്ട കൊതുക് ഇങ്ങനെ മൂളിപ്പാട്ടും പാടി വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ ഒരു കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് 5 പൈസ ചിലവില്ലാതെയും യാതൊരുവിധ കെമിക്കൽസൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കാൻ പോകുന്നത് കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതാകുമ്പം ഗുണം കൂടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും. അപ്പം ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ അല്ലാത്ത മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ. ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിനുശേഷം വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന നല്ലെണ്ണയാണെങ്കിൽ അതെടുക്കുക. വേപ്പെണ്ണയും കടുകെണ്ണ ഉണ്ടെങ്കിൽ അതെണ്ണ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേസ്റ്റ് ആ ഒരു എണ്ണയിലേക്ക് ലയിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 4-5 കർപ്പൂരമാണ്. ആ കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു കൊതുക് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വലുതാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് അത്. അപ്പം ഈ ഒരു മഴക്കാലം തുടങ്ങിയപ്പോഴാണ് പല രോഗങ്ങളും വരികയും ചെയ്യാം. അപ്പം ഈ ഒരു കൊതുക് കടി ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കുക. ഗുഡ് നൈറ്റ്, അതേപോലെ കൊതുക് തിരി, അതേപോലെ തന്നെ കൊതുകിനെ ഓടിക്കാനുള്ള ചന്ദനത്തിരി, അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാതെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒട്ടും തന്നെ കൊതുക് കടി ഏൽക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പം ഞാനത് അതിലേക്ക് 2 തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കത്തിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം കൊതുകിന് സന്ധ്യാസമയമൊന്നുമില്ല, എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനിവിടെ മോളുള്ളതിനെ കൊണ്ട് ഇങ്ങനത്തെ കൊതുക് തിരിയും ഗുഡ് നൈറ്റ് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ പച്ചപ്പുല്ലൊക്കെ ഉള്ളിടത്തിലാണല്ലോ ധാരാളമായിട്ട് ഈ ഒരു കൊതുക് ശല്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടൗണിലുള്ള നമ്മൾ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ടൗണിലേക്ക് അതിനെ കൊണ്ട് തന്നെ അഴുക്ക് ജലം എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒത്തിരി കൊതുക് ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഗാർഡൻ ഉണ്ട്. അപ്പോൾ പച്ചപ്പുല്ലൊക്കെ നിറഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് ഒന്ന് അധികമാണ് ഈ ഒരു കൊതുകിൻ്റെ ശല്യം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. വേപ്പിൻ്റെ ഇല വെച്ചിട്ട് മാറി ഓരോന്ന് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഞാൻ ഒരു പരിധിവരെ ഇങ്ങനെയാണ് കേട്ടോ നിയന്ത്രിക്കാറ്. പിന്നെ ഞാൻ ഗുഡ് നൈറ്റ് യാതൊരുവിധ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ വാങ്ങിക്കാറില്ല. ഇങ്ങനത്തെ ഓരോന്നും ചെയ്തിട്ട് തന്നെയാണ് കൊതുക് ശല്യം കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൊതുക് വലയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം പുറത്തത് പുകച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊതുകിനെ നിയന്ത്രിക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ രോഗം സ്വയം വിളിച്ചു വരുത്തുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 100% വർക്കിംഗ് ആണ്. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് കത്തിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കൊതുകിൻ്റെ ഈ ഒരു മരണപ്പാച്ചിൽ.